സീനിയേഴ്സിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു വാക്കുകളായിട്ട്. എല്ലാവരും നല്ലോണം പാടുന്ന ആൾക്കാരാണ്. ഞാനിവിടെ എന്നെ ജഡ്ജ്മെൻറ്റിന് വിളിക്കുമ്പോഴും ഇത്രയും നല്ല പാട്ടുകാരായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. നല്ല രസമായിട്ട് പാടി, എല്ലാവരുടെയും സൗണ്ട് കേൾക്കാൻ ഭയങ്കര സുഖം. കാരണം ഇവരൊന്നും പുറത്തേക്ക് വരാതിരിക്കുന്നവരാണോ എന്താണോ നമുക്കറിയില്ല. കാരണം നമുക്കിതൊക്കെ കിട്ടുന്ന കഴിവ് എന്ന് പറയുന്നത് വളരെ റെയറാണ്. പാടുന്ന ആൾക്കാരായാലും അപ്പോൾ അതൊരു വലിയൊരു കഴിവ് തന്നെയാണ്, ദൈവത്തിൻ്റെ വലിയൊരു വരദാനം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ഇവിടെ കൊണ്ട് നിർത്തരുത് ആരും. ഇനിയും നല്ല അവസരങ്ങൾ എന്ത് കിട്ടിയാലും, ഇപ്പോൾ നല്ലതോ ചീത്തയോ ഇപ്പോൾ വലിയതോ ചെറുതോ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്ത് അവസരം എവിടെ കിട്ടിയാലും കയറി പാടണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നല്ല രസമായിട്ട് പാടി എല്ലാവരും. പക്ഷേ പാടിയതിനകത്ത് ഓരോരോ മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് ഫസ്റ്റും സെക്കൻഡും തേർഡും ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഞാൻ അത്രയും നന്നായിട്ട് പാടി, ചെറിയ ചെറിയ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് ഞങ്ങൾ മാർക്ക് കൊടുത്തതാണ്. ഫസ്റ്റ് അല്ല, ഞാൻ ആദ്യം തേർഡിലേക്ക് പോവാം. തേർഡ് വന്നിരിക്കുന്നത് തേർഡ് ഇല്ലാലോ. ഞാൻ തേർഡ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തേർഡ് വന്നിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് പാടിയ ഷിബു എന്ന പേരായിട്ടുള്ള ചേട്ടനാണ്. ചേട്ടൻ നന്നായി പാടി, അസലായിട്ട് പാടി. ചെറിയൊരു ശ്രുതിയുടെ പ്രശ്നം ഒന്ന് രണ്ട് സ്ഥലത്ത് അത്ര മാത്രമേ ഉള്ളൂ, ചെറിയൊരു വ്യത്യാസം അത്രയേ ഉള്ളൂ. തേർഡ് എന്നുള്ളത് നിങ്ങളുടെ ഒരു കഴിവിൻ്റെ ജഡ്ജ്മെൻ്റ് ഒന്നുമല്ല, ആ ഒരു നിമിഷത്തിൻ്റെ ജഡ്ജ്മെൻ്റാണ് കേട്ടോ. പിന്നെ സെക്കൻഡ് വന്നിരിക്കുന്നത് ആദ്യം പാടിയ നമ്മുടെ അശ്വിൻ രാജ്. രസമായിട്ട് പാടി, മനോഹരമായിട്ട് പാടി. നമ്മുടെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുട്ടി മോൻ എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ? പഠിക്കുന്നുണ്ടോ? നന്നായി പാടും, നല്ല ശബ്ദമാണ്. എന്ത് ജോലിയാണെങ്കിലും എന്ത് പഠിപ്പാണെങ്കിലും സംഗീതം വിടരുത്. എന്ത് കിട്ടിയാലും കയറി പാടാം കേട്ടോ. അവിടെയൊക്കെ അവസരങ്ങളൊക്കെ എന്ത് വരാണെങ്കിലും സ്റ്റേജ് കയറി പാടാം. നന്നായി പാടും. അപ്പം അശ്വിനെ കൺഗ്രാറ്റ്സ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ അനിൽ ചേട്ടനാണ്. അസലായിട്ട് പാടി, അസലായിട്ട് പാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശബ്ദം. പിന്നെ ആള് നല്ല ആസ്വദിച്ചാണ് പാടിയിരിക്കുന്നത്. ഭയങ്കര ആസ്വദിച്ച് ആള് അങ്ങനെ, ഞാൻ ആ പാട്ട് കേട്ടിട്ടേ ഇല്ല, ഇതിലേക്ക് ആ ലൈറ്റ് മ്യൂസിക് കേട്ടിട്ടില്ല. ഞാൻ കേൾക്കാത്തൊരു പാട്ടാണ് ഇതിൽ. നന്നായി പാടി കേട്ടോ. പിന്നെ ബാക്കി രണ്ടുപേരും ജ്യോതി ചേച്ചിയാണെങ്കിലും ശിവൻ ചേട്ടൻ എനിക്ക് നേരത്തെ അറിയാം. ശിവൻ ചേട്ടൻ പ്രാവശ്യം ശ്രുതി നല്ല പ്രശ്നം വന്നു, ടെൻഷൻ വന്നു. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നന്നായി പാടുന്ന ആൾക്കാരല്ലേ, അപ്പോൾ നന്നായി പാടി. പിന്നെ എനിക്കൊരു കാര്യം പറയേണ്ടത്, നമുക്ക് മൈക്ക് യൂസ് ചെയ്യുന്നു. മൈക്കിൻ്റെ ഈ പോയിന്റിലാണ് സൗണ്ട് നന്നായിട്ട് വരിക. ഇവിടെ എവിടെയും നമുക്ക് അത്ര ഡീപ്പായിട്ട് വരില്ല. ഇതാണ് പോയിന്റ്. അപ്പോൾ ജ്യോതി ചേച്ചി പാടുമ്പം ഇവിടെ ഇങ്ങനെയാണ് പാടുന്നത്, അങ്ങനെ ഒരിക്കലും പാടരുത്. അപ്പം നമ്മുടെ സൗണ്ട് ഇങ്ങനെ പാടണം. ഇങ്ങനെ പാടുമ്പോഴാണ് നമ്മുടെ സൗണ്ട് ശരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആസ്വദിച്ച് പാടിയാലേ കേൾക്കുന്നവർക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ പാടുന്നത് ശരിക്കും കേൾക്കണം. നേസൽ സൗണ്ട് വരും, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാൽ നേസൽ സൗണ്ട് നന്നായിട്ട് വരും പാടുന്നത്. എപ്പോഴും പാടുമ്പോൾ ഇങ്ങനെ വെക്കുക. അതുപോലെ മൈക്കിൻ്റെ മുകളിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തട്ടാൻ പാടില്ല. അതൊരിക്കലും ഒരാളും ചെയ്യരുത്. ഞാനിപ്പോൾ ആരും ചെയ്തിട്ടല്ല, ഞാൻ ജസ്റ്റ് ഒരു കോമണായിട്ട് പറയുകയാണ്. എല്ലാവരും ചെയ്യുന്നൊരു തെറ്റായ പ്രവൃത്തിയാണ്. മൈക്ക് ഒരിക്കലും ഇങ്ങനെ അടിക്കാൻ പാടില്ല. അതിൻ്റെ മെയിൻ അതിൻ്റെ ജീവനിരിക്കുന്ന വഴിയാണ്. നമ്മൾ തട്ടുമ്പോൾ മൈക്കിന് അത് കംപ്ലൈൻറ്റ് വരും. സോ ഹലോ ചെക്ക് എന്ന് പറഞ്ഞിട്ട് മാത്രം പാടുക. അങ്ങനെ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും നന്നായി കഴിവുണ്ട്, എല്ലാവരും നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.